ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കക്കാടംപൊയിൽ വാളന്തോട് ഭാഗത്തെ സ്കൈവേ എന്ന പാർക്കിലാണ്. അപ്പോൾ ഇത് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസായിട്ടും ഒരു ദിവസം ഫുള്ളായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പാർക്കാണിത്. കുട്ടികൾക്ക് കളിക്കുന്നതിലാണെങ്കിലും വിശാലമായ സൗകര്യമുണ്ട് ഇവിടെ. അപ്പം നമ്മൾ വന്നതിന് അടിപൊളി മഴയൊക്കെ ആയിരുന്നു. അപ്പം നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം കയറി വരുമ്പോൾ തന്നെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയൊരു വലിയൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്, എല്ലാത്തിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു ടിക്കറ്റ് കൗണ്ടർ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റൊക്കെയാണ് കേട്ടോ ഇവിടെ. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം പോയി കയറിയത് ബമ്പർ കാറിലേക്കാണ്. അപ്പോൾ നമുക്ക് കാറൊക്കെ ഓടിച്ച് അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്റ്റാഫൊക്കെ ആണെങ്കിലും നമ്മളെ എല്ലാത്തിലും എല്ലാ കാര്യങ്ങളിലും എല്ലാ റൈഡ്സിലും കയറ്റാനാണെങ്കിലും നമുക്ക് പേടിയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ നിന്ന് നല്ല കെയറിങ്ങോട് കൂടി തന്നെ നല്ല കാര്യങ്ങളും നോക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് കാറിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇവിടെ എല്ലാ വിധത്തിലുള്ള റൈഡ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഒന്നും കയറിയൊന്നും ഇല്ല, കാരണം എനിക്ക് ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് എല്ലാത്തിൻ്റെ പേരും എനിക്കറിയത്തില്ല, എല്ലാത്തിലും ഞാൻ കയറിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഹൊറർ ഹൗസിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിവിടെ തന്നെയായിരുന്നു കേട്ടോ. അപ്പം എല്ലാ റൈഡ്സും ഉണ്ട് ഇവിടെ, നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കിപ്പോൾ പൂളിലൊക്കെ പ്രത്യേകം ഡ്രസ്സൊക്കെ അതും ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഡ്രസ്സിങ് ചെയ്യുന്ന ഏരിയയൊക്കെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഫോട്ടോയൊക്കെ എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. പിന്നെ വാട്ടർ റൈഡ്സ് ആണെങ്കിലും എല്ലാ വിധത്തിലുള്ള വാട്ടർ റൈഡ്സും സിപ്പ് ലൈൻസും അത് അങ്ങനെ എല്ലാ കാര്യങ്ങളും സൈക്കിളൊക്കെ ആണെങ്കിലും എല്ലാ റൈഡ്സും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് വന്ന് അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ സംവിധാനവും ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. വേവ് പൂൾ ഓണാക്കാൻ പ്രത്യേക ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ എല്ലാ റൈഡ്സും ഓണാക്കി എല്ലാവരും അവിടെ എത്തിച്ചിട്ട്, അപ്പോൾ വേവ് പൂൾ ഓണാക്കിയ ടൈമിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ കുട്ടികൾക്ക് കിഡ്സിനൊക്കെ ആണെങ്കിലും നമുക്ക് കുട്ടികളെ ആക്കിയിട്ട് വേണമെങ്കിൽ പോവുകയൊക്കെ ചെയ്യാം. അതായത് കിഡ്സിന് സെപ്പറേറ്റ് പാർക്കൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് കിഡ്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേക സ്റ്റാഫൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നല്ല സേഫായിട്ട് തന്നെ പിള്ളേരെ അവിടെ ആക്കിയിട്ട് നമുക്ക് വേറെ റൈഡ്സിലൊക്കെ പോകാം കേട്ടോ. അപ്പം ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല, കാരണം അവിടുത്തെ സ്റ്റാഫ്സ് അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തോളും. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പ്ലാനറ്റോറിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു ടെൻറ്റ്, അതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി ഒരു നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത്, കാരണം നമ്മൾ ആ ഒരു വേൾഡിലേക്ക് എത്തിച്ചേർന്ന പോലെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ നമുക്ക് 2 പ്രാവശ്യം ഇട്ട് തന്നു അവിടുത്തെ സ്റ്റാഫാണെങ്കിൽ, നമുക്ക് 2 പ്രാവശ്യം ഇട്ട് തരുമൊക്കെ ചെയ്ത്. അപ്പം ഒരു അടിപൊളി മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്. നമ്മൾ ആ ഒരു വേൾഡിൽ എത്തിച്ചേർന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് ഈ ഒരു സംഭവത്തിലേക്കായിരുന്നേ. അപ്പം ഇതെന്താണെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ വിചാരിച്ച് ചുമ്മാ കറങ്ങത്തേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചാണ് ഇത് കണ്ടപ്പോൾ അങ്ങ് കയറിയത്. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഇതിനകത്ത് കയറിയത് ഓണാക്കിയപ്പോൾ തൊട്ട് തലകുത്തനെ മറിയുമായിരുന്നു. അത്രയാവുമെന്ന് വിചാരിച്ചില്ല. അപ്പം അതും നല്ലൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 3Dയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. 3D നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ നമ്മൾ. അങ്ങനെ നമ്മൾ ഈ ഫാമിലി ആയിട്ടാണെങ്കിലും കപ്പിൾസായിട്ടാണെങ്കിലും ഫ്രണ്ട്സായിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് ഇവിടെ വന്ന് എൻജോയ് ചെയ്ത് അടിപൊളിയാണ്. എല്ലാ വിധത്തിലുള്ള റൈഡ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഒരു ദിവസം ഫുള്ളുണ്ട് ഇത് കാണാനാണെങ്കിലും എൻജോയ് ചെയ്യാനാണെങ്കിലും. അപ്പോൾ എല്ലാവരും കക്കാടംപൊയിൽ വരുന്ന എല്ലാവരും നിർബന്ധമായിട്ട് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ കമൻറ്റ് ചെയ്യുക.